ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഹിസ്റ്ററിയിലെ പ്രധാനപ്പെട്ട 20 ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. 20 ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ടുള്ള ഫാക്റ്റുകളുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. NIOS എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഉപകാരപ്രദമായ ഒരു ക്ലാസ്സാണിത്. അതുകൊണ്ട് തന്നെ കഴിവതും വീഡിയോ കംപ്ലീറ്റ് ആയി കാണുവാൻ ശ്രമിക്കുക. ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. 61st ക്വസ്റ്റ്യൻ, ഹൂ വാസ് ദ ലാസ്റ്റ് മൗര്യൻ കിങ്? അവസാനത്തെ മൗര്യ സാമ്രാജ്യത്തിലെ അവസാനത്തെ റൂളർ ആരായിരുന്നു? ബൃഹദ്രഥയായിരുന്നു ലാസ്റ്റ് മൗര്യൻ കിങ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. BC 321 ചന്ദ്രഗുപ്ത നന്ദ ഡൈനാസ്റ്റിയിലെ ധനനന്ദനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിലെ മൗര്യ സാമ്രാജ്യം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. പ്രധാനപ്പെട്ട റൂളേഴ്സാണ് ചന്ദ്രഗുപ്ത, ബിന്ദുസാര, അശോക. അതിൽ ഏറ്റവും പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരാളാണ് അശോക. ലാസ്റ്റ് റൂളറായിട്ട് കണക്കാക്കപ്പെടുന്നത് ബൃഹദ്രഥയാണ്. മൗര്യ സാമ്രാജ്യത്തിൻ്റെ ക്യാപിറ്റൽ പാടലിപുത്രയാണ്. ഇന്നത് പാട്ന എന്ന പേരിൽ ബീഹാറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 62nd ക്വസ്റ്റ്യൻ, ഹൂ വാസ് മോസ്റ്റ് പ്രൊമിനൻറ്റ് കുഷാന റൂളർ? കുഷാന ഡൈനാസ്റ്റിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട റൂളറായിട്ട് കണക്കാക്കപ്പെടുന്നത് ആരാണ്? കനിഷ്കനാണ് കുഷാന ഡൈനാസ്റ്റിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട റൂളറായിട്ട് കണക്കാക്കപ്പെടുന്നത്. കുഷാന ഡൈനാസ്റ്റി സ്ഥാപിച്ചത് കുജല കാഡ്ഫീസസ് ആണ്. കുഷാന ഡൈനാസ്റ്റി സ്ഥാപിച്ചത്. പ്രൊമിനൻ്റ് ആയിട്ടുള്ള കുഷാന റൂളർ കനിഷ്കനാണ്. ഹൂ സ്റ്റാർട്ടഡ് ശക ഇറ ആൻഡ് വെൻ? ആരാണ് ശകവർഷം ആരംഭിച്ചത് എന്നാണ്. ശകവർഷം സ്ഥാപിച്ചത് കനിഷ്കനാണ്. 78 AD ശക ഇറ ഈസ് യൂസ്ഡ് ആസ് ഇന്ത്യൻ നാഷണൽ കലണ്ടർ. 64th ക്വസ്റ്റ്യൻ, ഹൂ വാസ് ചരക? ആരാണ് ചരകൻ? കൺസിഡർഡ് ആസ് ഫാദർ ഓഫ് ആയുർവേദ, ഹൂ റോട്ട് എ ബുക്ക് ഓൺ മെഡിസിൻ കോൾഡ് ചരക സംഹിത. ആയുർവേദത്തിൻ്റെ പിതാവായി കണക്കാക്കപ്പെടുന്നത് ആരാണ്? ചരകനാണ്. അദ്ദേഹം വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകമാണ് ചരക സംഹിത. കുഷാന റൂളറായിട്ടുള്ള കനിഷ്കൻ്റെ കോർട്ട് ഫിസിഷ്യനായിരുന്നു ചരകൻ. 65th ക്വസ്റ്റ്യൻ, ഹൂ റോട്ട് ബുദ്ധചരിതം എഴുതിയത് ആരാണ്? അശ്വഘോഷനാണ് ബുദ്ധചരിതം എഴുതിയിട്ടുള്ളത്. ബുദ്ധിസ്റ്റ് സ്കോളറാണ്. ബുദ്ധൻ്റെ ലൈഫ് ഹിസ്റ്ററി അല്ലെങ്കിൽ ലൈഫാണ് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ബുദ്ധചരിതം എഴുതിയിട്ടുള്ളത് അശ്വഘോഷയാണ്. ബുദ്ധിസ്റ്റ് സ്കോളറായിരുന്നു അദ്ദേഹം. 66th ക്വസ്റ്റ്യൻ, ഹൂ ഈസ് കൺസിഡേർഡ് ടു ബി ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ദി ശതവാഹന റൂളേഴ്സ്? ശതവാഹന റൂളേഴ്സിൽ ഏറ്റവും പ്രൊമിനൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് റൂളറായിട്ട് കണക്കാക്കപ്പെടുന്നത് ആരാണ്? ഗൗതമിപുത്ര ശതകർണിയാണ് ശതവാഹന റൂളേഴ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട റൂളറായിട്ട് കണക്കാക്കപ്പെടുന്നത്. മൗര്യ സാമ്രാജ്യത്തിന് ശേഷം ഡെക്കാനിലെ ഭരണം സ്ഥാപിച്ചവരാണ് ശതവാഹനാസ്. ആരാണ് ശതവാഹന ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്? സിമുഗയാണ് ശതവാഹന ഡൈനാസ്റ്റി ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. മൗര്യ സാമ്രാജ്യത്തിന് ശേഷം ഡെക്കാനിലാണ് അവർ ഭരണം സ്ഥാപിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റൂളറായിട്ട് കണക്കാക്കപ്പെടുന്നത് ഗൗതമിപുത്ര ശതകർണി. 67th ക്വസ്റ്റ്യൻ, നെയ്യം ദ ക്യാപിറ്റൽ ഓഫ് ശതവാഹനാസ്? ശതവാഹനാസിൻ്റെ ക്യാപിറ്റൽ അല്ലെങ്കിൽ തലസ്ഥാനം എവിടെയായിട്ടാണ്? ശതവാഹനാസിൻ്റെ ക്യാപിറ്റലിലെ പ്രതിഷ്ഠാനയിലാണ് ശതവാഹനാസിൻ്റെ ക്യാപിറ്റൽ കണക്കാക്കപ്പെടുന്നത്. മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിലെ ജില്ലയിലെ ഗോദാവരി നദിക്ക് അടുത്താണ് പ്രതിസ്ഥാന സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ശതവാഹനാസിൻ്റെ ക്യാപിറ്റലായി കണക്കാക്കപ്പെടുന്നത് എവിടെയാണ്? പ്രതിസ്ഥാനയിലാണ് ശതവാഹനാസിൻ്റെ ക്യാപിറ്റൽ. 68th ക്വസ്റ്റ്യൻ, വിച്ച് ബുക്ക് ഗീവ്സ് ദ ബെസ്റ്റ് അക്കൗണ്ട് ഓഫ് ഇൻഡോ റോമൻ ട്രേഡ്? ഇന്ത്യയും റോമുമായിട്ടുള്ള ട്രേഡിനെ കുറിച്ച് ഒരുപാട് വിവരങ്ങൾ നൽകുന്ന പുസ്തകം ഏതായിരുന്നു? പെരിപ്ലസ് ഓഫ് ദി എരിസ്ത്രിയൻ സീ ആണ് ഇൻഡോ റോമൻ ട്രേഡിനെ കുറിച്ച് ഒരുപാട് ഇൻഫോർമേഷൻസ് നൽകുന്ന ഗ്രന്ഥം. AD 1-ാം നൂറ്റാണ്ടിൽ ഗ്രീക്ക് ഭാഷയിൽ എഴുതപ്പെട്ടുള്ള ഒരു ട്രാവലോഗാണ് ഈ പെരിപ്ലസ് ഓഫ് എരിസ്ത്രിയൻ സീ. ഈ എഴുതിയിട്ടുള്ള ഓഥറിനെ കുറിച്ച് നമുക്കധികം വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ റോമൻ ട്രേഡിനെ കുറിച്ച് ഒരുപാട് വിവരങ്ങൾ അത് നൽകുന്നുണ്ട്. 69th ക്വസ്റ്റ്യൻ, വാട്ട് കൈൻഡ് ഓഫ് സ്റ്റോൺ വാസ് യൂസ്ഡ് ഇൻ ദ മധുര സ്കൂൾ? മധുര സ്കൂൾ ഓഫ് ആർട്ടിൽ ഏത് തരത്തിലുള്ള എന്തൊക്കെയാണ് അവർ മധുര സ്കൂൾ ഓഫ് ആർട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്? റെഡ് സാൻഡ് സ്റ്റോൺ വിത്ത് ബ്ലാക്ക് സ്പോട്ട്സ്. കുഷാന ഡൈനാസ്റ്റിയും അതുപോലെ തന്നെ ഗുപ്ത കാലഘട്ടത്തിലും മധുര സ്കൂൾ ഓഫ് ആർട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർ ബുദ്ധിസ്റ്റ്, ഹിന്ദു, ജൈൻ വിഗ്രഹങ്ങളൊക്കെയാണ് നിർമ്മിച്ചത് ഏതിലായിരുന്നു? റെഡ് സാൻഡ് സ്റ്റോൺ
വിത്ത് ബ്ലാക്ക് സ്പോട്ട്, ചുവന്ന മണൽക്കല്ലും ബ്ലാക്ക് സ്പോട്ടും ഇവർ ഇതൊക്കെ ബുദ്ധിസ്റ്റ്, ഹിന്ദു, ജൈൻ വിഗ്രഹങ്ങളൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നു. 17th ക്വസ്റ്റ്യൻ, ഹൂ വേർ ദ ചീഫ് പാട്രൺ ഓഫ് ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്ട്? ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്ടിന് പ്രോത്സാഹനം നൽകിയിട്ടുള്ള ഏതൊക്കെ ഡൈനാസ്റ്റിയിലെ ആളുകളായിരുന്നു കൂടുതലായിട്ട് പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നത്? ഷാഗാസും കുഷാനാസും. ഷാഗാസും കുഷാനാസും ആയിരുന്നു ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്ടിന് വളരെയധികം പ്രോത്സാഹനം നൽകിയിട്ടുള്ളത്. ഗാന്ധാര കലയിൽ ബുദ്ധമതത്തിന് മാത്രമാണ് പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നത്. 71st ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ ടേം സംഘം റെഫേഴ്സ് ടു? സംഘം എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സംഘം എന്നുള്ള ടേം അസംബ്ലി ഓർ മീറ്റിംഗ് ടുഗെദർ, തമിഴ് പോയിന്റിൻ്റെ അല്ലെങ്കിൽ തമിഴ് പോയിന്റിൻ്റെ കൂട്ടം എന്നതാണ് അസംബ്ലി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. നമ്മൾ ഏർലി തമിഴകത്തെക്കുറിച്ച് ഒരുപാട് ഇൻഫോർമേഷൻസ് നൽകുന്ന ഗ്രന്ഥമാണ് ഈ തമിഴ് ലിറ്ററേച്ചർ. ഇതിൽ തമിഴ് ലിറ്ററേച്ചർ ആയിട്ടുള്ള സംഘ ലിറ്ററേച്ചറിനെ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. 8 തുകൈ, 10 പാട്ട്, 15 കീഴ്ക്കണക്ക്. സംഘസാഹിത്യത്തിന് പ്രധാനമായിട്ടും 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. 8 തുകൈ, 10 പാട്ട്, 15 കീഴ്ക്കണക്ക്. അത് തമിഴ് പോയിറ്റ്സിൻ്റെ ഒരു കൂട്ടം എന്നാണ് അർത്ഥമാക്കുന്നത്. ഏർലി തമിഴകത്തെക്കുറിച്ച് ഒരുപാട് ഇൻഫോർമേഷൻസ് നൽകുന്ന സാഹിത്യമാണ് സംഘം ലിറ്ററേച്ചർ. 72nd ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ ഇമ്പോർട്ടൻറ്റ് ചീഫ് ടൈൻസ് മെൻഷൻ ഇൻ ദ സംഘം ലിറ്ററേച്ചർ? സംഘം ലിറ്ററേച്ചറിൽ മെൻഷൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട ചീഫ് ടൈൻസ് ഏതൊക്കെയാണ്? ദ ചേരാസ്, ദ ചോളാസ്, ദ പാണ്ഡ്യാസ്. ചേര, ചോള, പാണ്ഡ്യാസ് ആണ് പ്രധാനപ്പെട്ട ചീഫ് ടൈൻസ്. സംഘം ലിറ്ററേച്ചറിൽ പ്രതിപാദിക്കുന്ന 3 ചീഫ് ടൈൻസുകളാണ് ഇത്: ദ ചോളാസ്, പാണ്ഡ്യാസ്, ചേരാസ്. ചോള ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് വിജയലയാണ്. ചോള ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്തത് വിജയലയും, രാജരാജ ഫസ്റ്റ്, രാജേന്ദ്ര ചോള, കുലോത്തുംഗ ചോള, ഇവരൊക്കെയാണ് പ്രധാനപ്പെട്ട ചോള റൂളേഴ്സ്. തഞ്ചാവൂരിലെ ബൃഹദേശ്വര ടെമ്പിൾ പണി കഴിപ്പിച്ചത് ചോളാസ് ആയിരുന്നു. അടുത്തത് നമ്മൾ പറയണത് പാണ്ഡ്യാസാണ്. പാണ്ഡ്യാസിൻ്റെ ക്യാപിറ്റൽ മധുരയാണ്. നെടുഞ്ചെലിയൻ സെക്കൻഡാണ് പ്രധാനപ്പെട്ട റൂളറായിട്ട് കണക്കാക്കപ്പെടുന്നത്. അടുത്തത് ചേരാസ്. ചേരാസിലെ ഉദിയൻ ചേരലാതൻ, ചേരൻ സെങ്കുട്ടവൻ, അവരുടെ ക്യാപിറ്റൽ വാഞ്ചി. വാഞ്ചിയായിരുന്നു അവരുടെ ക്യാപിറ്റലായിട്ട് ചേരാസിൻ്റെ ക്യാപിറ്റൽ കണക്കുന്നത്. ഉദിയൻ ചേരലാതൻ, ചേരൻ സെങ്കുട്ടവനാണ് പ്രധാനപ്പെട്ട റൂളർ. 73rd ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ 5 തിനൈ ഓർ ഇക്കോ സോൺസ് നോട്ടഡ് ഇൻ സംഘം പോയിൻസ്? സംഘം പോയിൻസിൽ പോയം സംഘ കവിതകളിൽ അല്ലെങ്കിൽ സാഹിത്യങ്ങളിലൊക്കെ പ്രതിപാദിക്കുന്ന തിണൈ, 5 തിണൈ കൺസെപ്റ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഏതൊക്കെയാണ് തിണൈ കൺസെപ്റ്റ്? 5 തിണൈകളാണുള്ളത്: കുറിഞ്ചി, മുല്ലൈ, നെയ്തൽ, പാലൈ, മരുതം. കുറിഞ്ചി എന്നാൽ ഹില്ലി ഏരിയ ആണ്. മുല്ലൈ എന്നാൽ പാസ്റ്ററൽ ട്രാക്റ്റ് ആണ്. നെയ്തൽ എന്നാൽ സീ കോസ്റ്റ് ആണ്. പാലൈ എറിഡ് സോൺ ആണ്. മരുതം വെറ്റ്ലാൻഡ് ആണ്. കുറിഞ്ചി എന്ന് പറഞ്ഞാൽ ഒരു മലകളൊക്കെ ഉള്ള പ്രദേശം. മുല്ലൈ എന്ന് പറഞ്ഞാൽ ഈ മേച്ചിൽ പ്രദേശങ്ങളാണ്. നെയ്തൽ എന്ന് പറഞ്ഞാൽ തീരപ്രദേശമാണ്. പാലൈ എന്ന് പറഞ്ഞാൽ വരണ്ട പ്രദേശമാണ്. മരുതം എന്ന് പറഞ്ഞാൽ വളരെ കൃഷിസ്ഥലം, കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള പ്രദേശമായിട്ട് കണക്കാക്കപ്പെടുന്നു. 74th ക്വസ്റ്റ്യൻ, വിച്ച് ചോള ചീഫ് ബിൽറ്റ് എ ഡാം ഓൺ റിവർ കാവേരി? കാവേരി റിവറിലെ ഡാം പണി കഴിപ്പിച്ച ചോള ചീഫ് ആരായിരുന്നു? കരിങ്കാല ചോളൻ. കരിങ്കാല ചോളനായിരുന്നു കാവേരി റിവറിലെ ഡാം പണി കഴിപ്പിച്ച ചോള ചീഫ്. 75th ക്വസ്റ്റ്യൻ, ഹൂ വാസ് ദ റിയൽ ഫൗണ്ടർ ഓഫ് ഗുപ്ത ഡൈനാസ്റ്റി? ഗുപ്ത ഡൈനാസ്റ്റിയിലെ റിയൽ ഫൗണ്ടറായിട്ട് കണക്കാക്കപ്പെടുന്നത് ആരാണ്? ചന്ദ്രഗുപ്ത ഫസ്റ്റ്. ചന്ദ്രഗുപ്ത ഫസ്റ്റ് ആണ് ഗുപ്ത ഡൈനാസ്റ്റിയുടെ റിയൽ ഫൗണ്ടറായിട്ട് കണക്കാക്കപ്പെടുന്നത്. 76th ക്വസ്റ്റ്യൻ, നെയ്യം ദ ചൈനീസ് പിൽഗ്രിം ഹു വിസിറ്റഡ് ഇന്ത്യ ഇൻ ദ റെയിൻ ഓഫ് ചന്ദ്രഗുപ്ത സെക്കൻഡ്? ചന്ദ്രഗുപ്ത സെക്കൻഡിൻ്റെ കാലഘട്ടത്തിൽ ഇന്ത്യ വിസിറ്റ് ചെയ്തിട്ടുള്ള ചൈനീസ് തീർത്ഥാടകൻ ആരായിരുന്നു? ഫാഹിയാൻ. ഫാഹിയാനായിരുന്നു ചന്ദ്രഗുപ്ത സെക്കൻഡിൻ്റെ കാലഘട്ടത്തിൽ ഇന്ത്യ വിസിറ്റ് ചെയ്തിട്ടുള്ള ചൈനീസ് പിൽഗ്രിംസ് അല്ലെങ്കിൽ തീർത്ഥാടകൻ. വിക്രമാദിത്യൻ എന്ന പേരിൽ പരാമർശിക്കപ്പെടുന്ന ചന്ദ്രഗുപ്തൻ രണ്ടാമൻ ഗുപ്ത സാമ്രാജ്യത്തിലെ ഏറ്റവും ശക്തരായിട്ടുള്ള ഭരണാധികാരികളിൽ ഒരാളായിരുന്നു. 77th ക്വസ്റ്റ്യൻ, ഹൂ ഈസ് ദ ഓതർ ഓഫ് ഹർഷചരിതം? ഹർഷചരിതം എഴുതിയത് ആരായിരുന്നു? ഹർഷചരിതം എഴുതിയിട്ടുള്ളത് ബാണഭട്ടനാണ്. ഹർഷൻ്റെ ജീവിതമാണ് കൊട്ടാരം കവിയായ ബാണഭട്ടൻ എഴുതിയിട്ടുള്ള വർക്കാണ് ഹർഷചരിതം. സംസ്കൃത ഭാഷയിലെ ചരിത്ര കാവ്യകൃതികളുടെ രചനയ്ക്ക് തുടക്കമായിട്ട് ഇത് കണക്കാക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഹർഷചരിതം എഴുതിയിട്ടുള്ളത് ബാണഭട്ടനാണ്. ഹർഷചരിതം എഴുതിയിട്ടുള്ളത് ബാണഭട്ടനാണ്. ബാണഭട്ടൻ ഹർഷൻ്റെ കൊട്ടാരം കവിയായിരുന്നു. 78th ക്വസ്റ്റ്യൻ, ഹ്യുയാൻസാങ് വിസിറ്റഡ് ഇന്ത്യ ഡ്യൂറിങ് ദ റെയിൻ ഓഫ് വിച്ച് കിങ്? ഹ്യുയാൻസാങ്
ഇന്ത്യ വിസിറ്റ് ചെയ്തിട്ടുള്ളത് ഏത് കിങ്ങിൻ്റെ കാലഘട്ടത്തിലായിരുന്നു? ഹർഷൻ്റെ കാലഘട്ടത്തിലായിരുന്നു ഹ്യൂയാൻസാങ് ഇന്ത്യയെ വിസിറ്റ് ചെയ്തിട്ടുള്ളത്. നോർത്ത് ഇന്ത്യയിലെ 40 വർഷം ഭരിച്ച രാജാവായിരുന്നു ഹർഷവർദ്ധനൻ. തലസ്ഥാനം കനൂജായിരുന്നു. ഹർഷവർദ്ധനൻ നോർത്ത് ഇന്ത്യയിലെ ലാസ്റ്റ് ഹിന്ദു റൂളറായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. പുഷ്യഭൂതി ഡൈനാസ്റ്റി അല്ലെങ്കിൽ ഹർഷവർദ്ധന ഡൈനാസ്റ്റി അതിൽ ഉൾപ്പെട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഹർഷ. അപ്പോൾ ഹർഷൻ്റെ കാലഘട്ടത്തിലാണ് ഹ്യൂയാൻസാങ് ഇന്ത്യ വിസിറ്റ് ചെയ്തിട്ടുള്ളത്. 79th ക്വസ്റ്റ്യൻ, വിച്ച് റൂളർ ഡിഫീറ്റഡ് ഹർഷനെ ഡിഫീറ്റ് ചെയ്തിട്ടുള്ള റൂളർ ആരാണ്? പുലകേശിൻ സെക്കൻഡ് ആണ് ഹർഷനെ ഡിഫീറ്റ് ചെയ്തിട്ടുള്ള റൂളറായിട്ട് കണക്കാക്കപ്പെടുന്നത്. പുലകേശിൻ ചാലൂക്യ ഡൈനാസ്റ്റിയിൽപ്പെട്ടുള്ള ഒരാളാണ്. പുലകേശിൻ സെക്കൻഡ് ചാലൂക്യ വംശത്തിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഭരണാധികാരിയായിരുന്നു പുലികേശി സെക്കൻഡ്. ഹർഷവർദ്ധനൻ്റെ സൗത്ത് ഇന്ത്യയിലേക്കുള്ള ആക്രമണം തടഞ്ഞതും കാഞ്ചീപുരത്തെ പല്ലവരെ പരാജയപ്പെടുത്തിയതും പുലികേശി സെക്കൻഡ് ആയിരുന്നു. 18th ക്വസ്റ്റ്യൻ, നെയിം ദ ക്യാപിറ്റൽ ഓഫ് ചാലൂക്യാസിൻ്റെ ക്യാപിറ്റൽ എവിടെയാണ്? വദാബി അല്ലെങ്കിൽ ബദാമി എന്ന് പറയപ്പെടുന്ന വദാബിയിലാണ് ചാലൂക്യാസിൻ്റെ ക്യാപിറ്റലായിട്ട് കണക്കാക്കപ്പെടുന്നത്. പുലികേശി ഫസ്റ്റാണ് ഫൗണ്ടറായിട്ട് കണക്കാക്കപ്പെടുന്നത്. പുലികേശി സെക്കൻഡാണ് ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ചാലൂക്യ ഡൈനാസ്റ്റിയിലെ പ്രഗത്ഭനായിട്ടുള്ള റൂളറായിട്ട് കണക്കാക്കപ്പെടുന്നത്.